പെൺകുട്ടി ഒരു വറുത്ത മുട്ട മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ, പക്ഷേ അതിന്റെ വില $500 ആയിരുന്നു. അവൾക്ക് വളരെ കൗതുകമായിരുന്നു, അത് സ്വർണം കൊണ്ടാണോ ഉണ്ടാക്കുന്നത്. അങ്ങനെ അവൾ ഒരു സ്പൂൺ എടുത്ത് രുചിച്ചു നോക്കിയപ്പോൾ അത് വറുത്ത മുട്ടയല്ലെന്ന് അവൾ കണ്ടെത്തി. ഇത് ആ മനുഷ്യന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. അവൻ ഒരു കടിച്ചപ്പോൾ അത് മാമ്പഴവും ശീതീകരിച്ച തേങ്ങാപ്പാലും കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ പ്രതികരിക്കുന്നതിന് മുമ്പ് വെയിറ്റർ ഒരു ചെടി ഉള്ള ഒരു പാത്രം കൊണ്ടുവന്നു. രണ്ടുപേരും ഈ രംഗം നോക്കി ചിരിച്ചു. ആ നിമിഷം മാനേജർ അവരോട് പറഞ്ഞു. അവൾ പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു. അതിനുള്ളിലെ ചെടി പതുക്കെ വളരാൻ തുടങ്ങി. ഇത് ഒരു ജീവനുള്ള സാലഡ് ആണെന്ന്, ഉള്ളിലുള്ള സസ്യങ്ങളെല്ലാം ഭക്ഷണത്തിൽ നിന്നാണ് നിർമ്മിച്ചതെന്നും അവ കഴിക്കാമെന്നും. രണ്ടുപേരും ആശയക്കുഴപ്പത്തിലായി. മാനേജർ അവരെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ അറിയൂ എന്ന് പരിഹസിച്ചു. ഇത് കേട്ടപ്പോൾ ആ മനുഷ്യൻ ദേഷ്യപ്പെട്ടു. സാലഡ് എടുത്ത് നേരെ ഷെഫിന്റെ അടുത്തേക്ക് പോയി. അവർ ഭക്ഷണം കഴിക്കാൻ വന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു, മാന്ത്രിക തന്ത്രങ്ങൾ കാണാനല്ല. ഈ രംഗം കണ്ട് എല്ലാവരും ഞെട്ടി. പുറത്തുള്ള അതിഥികൾ പോലും അടുക്കളയിലേക്ക് നോക്കി. പക്ഷേ ഷെഫ് വളരെ ശാന്തനായിരുന്നു. അയാൾക്ക് ആ മനുഷ്യനെ വെല്ലുവിളിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഷെഫ് ഒരു കഷ്ണം സ്റ്റീക്ക് പുറത്തെടുത്തു. അത് എങ്ങനെ പാചകം ചെയ്യണമെന്ന് അറിയാമോ എന്ന് അയാൾ ആ മനുഷ്യനോട് ചോദിച്ചു. വാഗ്യു ബീഫിന്റെ സംഭരണ താപനില അയാൾ പരിശോധിച്ചു. അത് പാകം ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം അയാൾക്ക് ഇതിനകം തന്നെ അറിയാമായിരുന്നു. അയാൾ ഒരു പച്ച ഉള്ളി എടുത്ത് വേഗത്തിൽ മുറിച്ചു. പിന്നെ അയാൾ ചൂടുള്ള എണ്ണയിൽ ഉള്ളി ഇട്ടു. ബീഫ് കൈകാര്യം ചെയ്യുമ്പോൾ അയാൾ എണ്ണയിലെ ഉള്ളിയിൽ ശ്രദ്ധിച്ചു. അയാൾ അത് പുറത്തെടുത്ത് ചട്ടിയിൽ വറുത്തു. രുചി മെച്ചപ്പെടുത്താൻ അല്പം എള്ളെണ്ണ ചേർത്തു. പിന്നെ വാഗ്യു ബീഫ് അതിൽ ഇട്ട് ഉയർന്ന തീയിൽ വറുത്തു. ബീഫിന്റെയും ഉള്ളിയുടെയും രുചി നന്നായി കലർന്നു. വിളമ്പുന്നതിനു മുമ്പ് അവൻ കുരുമുളക് വിതറി. വറുത്ത ബീഫ് തയ്യാറായിരുന്നു. പക്ഷേ ഷെഫിന് അത് ഇഷ്ടപ്പെട്ടില്ല. അയാൾ ഒരു ബ്ലോ ടോർച്ച് പുറത്തെടുത്ത് സ്റ്റീക്ക് ഗ്രിൽ ചെയ്തു. അത് ഇടത്തരം വേവിലെത്തിയപ്പോൾ അയാൾ അത് 3 കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു പ്ലേറ്റിൽ വച്ചു. അയാൾ അത് ഒരു മൂടി കൊണ്ട് മൂടി. ഇതായിരുന്നു പ്രധാന ഘട്ടം. അയാൾ ഒരു തീപ്പെട്ടി കത്തിച്ചു. ബീഫിന് രുചി നൽകാൻ അദ്ദേഹം ആപ്പിൾവുഡ് സ്മോക്ക് ഉപയോഗിച്ചു. ഇത് മാംസം മൃദുവാക്കുകയും പഴത്തിന്റെ മണം നൽകുകയും ചെയ്തു. അത് ഷെഫിന്റെ സ്വന്തം പ്രത്യേക വൈദഗ്ധ്യമായിരുന്നു. ചൈനീസ് പാചക ആശയങ്ങൾ കാലഹരണപ്പെട്ടതാണെന്നും വിഭവങ്ങൾ വളരെ പഴയതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തവണ പാചക ചാമ്പ്യൻഷിപ്പ് നേടാൻ അദ്ദേഹം തിരിച്ചെത്തി. ആ മനുഷ്യൻ സ്റ്റീക്കിന്റെ മണം അനുഭവിച്ചു. ഷെഫിന് നല്ല കഴിവുണ്ടെന്ന് അദ്ദേഹം സമ്മതിച്ചു. പിന്നെ അയാൾ തിരിഞ്ഞു നിശബ്ദമായി പോയി. ആ മനുഷ്യൻ